السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا دخل أحدكم المسجد فلا يجلس حتى يصلي ركعتين. متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. തഹിയ്യത്തുൽ മസ്ജിദ് എന്ന ശീർഷകത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകളാണ് നമ്മൾ സാന്ദർഭികമായി പല സുന്നത്ത് നമസ്കാരങ്ങളും പരാമർശിച്ചു വന്ന കൂട്ടത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആര് എപ്പോൾ മസ്ജിദിൽ പ്രവേശിച്ചാലും വിരോധിക്കപ്പെട്ട 3 സമയങ്ങളിൽ ഒഴികെ, അതായത് ഒന്ന് പ്രഭാത ഉദയം സംഭവിക്കുമ്പോൾ, മറ്റൊന്ന് സൂര്യൻ മധ്യത്തിലായിരിക്കുമ്പോൾ, മറ്റൊന്ന് അസ്തമന സമയത്ത്, ഇങ്ങനെയുള്ള 3 സമയങ്ങളിൽ ഒഴികെ ഏതൊരു സന്ദർഭത്തിലും അയാൾക്ക് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ കൽപ്പന ഈ വിഷയത്തിലുണ്ട് എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വലൗ കാനിൽ ഇമാമു യഖ്തുബു, ഇമാമു ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, ഇദാ ജാഅ അഹദുകുമുൽ യൗമുൽ ജുമുഅത്തി ഫൽ ഇമാമു യഖ്തുബു ഫൽയർകഅ റക്അതൈനി. നിങ്ങളിൽ ഒരാൾ മസ്ജിദിൽ പ്രവേശിക്കുകയും ഇമാമാകട്ടെ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോലും അയാൾ 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷമല്ലാതെ ഇരിക്കരുത് എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ ജാബിർ റളിയല്ലാഹു തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അത്തൈത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. വഹുവ ഫിൽ മസ്ജിദ്, അദ്ദേഹം പള്ളിയിലുണ്ട്. അങ്ങനെ ഞാൻ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വല്ലി റക്അതൈൻ, നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇരുന്നാൽ മതി എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഗൗരവം. അതാണ് ആദ്യത്തെ ഹദീസിലുള്ളത്. അതൊന്നുകൂടി വ്യക്തമാകുന്ന രൂപത്തിലും അതിൻ്റെ ശക്തിയും ബോധ്യപ്പെടുത്തുന്ന ഹദീസാണ് ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലാ യജ്ലിസ്, അയാൾ ഇരിക്കരുത്, ഹത്താ യുസല്ലിയ റക്അതൈനി, 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷമല്ലാതെ. ചില ഉലമാക്കളൊക്കെ അത് കറാഹത്താണ്, ഏത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത് കറാഹത്താണ് എന്ന് ഹുക്മ നൽകിയ പണ്ഡിതന്മാരെ കാണാൻ പറ്റും. ചില പണ്ഡിതന്മാരാകട്ടെ അത് വാജിബാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ളതാണ്, അതിനെ ധിക്കരിച്ചാൽ മഅസിയത്തായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന അനുസരണക്കേടായി മാറും. അപ്പോൾ ആ കൽപ്പന ലംഘിക്കുക എന്നുള്ളത് പാടില്ലാത്തതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാജിബത്തായൊരു കാര്യവുമാണ് എന്ന് പറയുന്നതായി കാണാൻ പറ്റും. ഏതായിരുന്നാലും പ്രബലമായ സുന്നത്താണ് എന്നതിൽ ഒരാൾക്കൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് ഒരാൾ പള്ളിയിൽ കയറിയാൽ പള്ളിയോട്, ഇപ്പോൾ ആരുമില്ലെങ്കിൽ അത് പള്ളിയോട് കാണിക്കേണ്ടുന്ന ഒരു തഹിയ്യത്ത്, അഭിവാദ്യം എന്നുള്ള നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് സമയത്തും അത് വളരെ പെട്ടെന്ന് നിർവഹിക്കാവുന്ന സമയങ്ങളുണ്ടാവും. ബാങ്ക് ഖാമത്ത് വിളിക്കാൻ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഉണ്ടാവുമെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? അയാൾ ലഘുവായ രൂപത്തിൽ അത് നിസ്കരിച്ച് അവർ സുന്നത്തെടുക്കുക. അങ്ങനെ അവനവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന അസുലഭമായ സന്ദർഭങ്ങളൊക്കെയും അമലുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പാകപ്പിഴവുകളും അള്ളാഹു പരിഹരിച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി മജ്ലിസിലും പള്ളിയിലും അതുപോലെ തന്നെ വീടുകളിലും ആശുപത്രികളിലും ഒക്കെയുള്ള ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അവർക്കൊക്കെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കട്ടെ. ഇബാദത്ത് നിർവഹിക്കുവാൻ ആവശ്യമായ എല്ലാവിധ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോട് പറയാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.